ഈ വർഷം പുറത്തിറങ്ങാൻ പോകുന്ന വമ്പൻ സിനിമയാണ് നമ്മുടെ അജിത്ത് അണ്ണൻ്റെ വിടാമുയർച്ചി എന്ന് പറഞ്ഞ സിനിമ. പടത്തിൻ്റെ റിലീസ് ഈ മാസം ഫെബ്രുവരി 6-നാണ്. സിനിമയുടെ ട്രെയിലറും ടീസറൊക്കെ പുറത്തിറങ്ങിയതാണ്. എന്തായാലും വലിയ പ്രതീക്ഷകൾ തന്നെയാണ് നിലവിൽ കാണാൻ സാധിക്കുന്നത്. രാവിലെ 10 മണി മുതൽ സിനിമേൻ്റെ ബുക്കിംഗ് ആരംഭിച്ചിരിക്കുകയാണ് കേരളത്തിൽ. അതുമാത്രമല്ല സിനിമേൻ്റെ പുലർച്ചെ ഫസ്റ്റ് ഡേ ഷോസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന പുലർച്ചെ 7 മണിക്കായിരിക്കും കേരളത്തിൽ. ഗോകുലം മൂവീസാണ് സിനിമ തിയേറ്റർ റിലീസിന് കൊണ്ടുവരുന്നത്. US സർട്ടിഫിക്കറ്റാണ് സിനിമയ്ക്ക് സെൻസർ ബോർഡിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. 2 മണിക്കൂർ 34 മിനിറ്റാണ് കംപ്ലീറ്റ് റൺ ടൈം വരുന്നത്. പിന്നെ അത് മാത്രമല്ല വിടാമുയർച്ചി എന്ന് പറഞ്ഞ സിനിമ എന്ന് പറഞ്ഞാൽ റീമേക്കാണ് ഇംഗ്ലീഷ് സിനിമേൻ്റെ. അതുകൊണ്ട് തന്നെ ഈ റീമേക്ക് സിനിമേൻ്റെ റൈറ്റ്സ് നമ്മുടെ ലൈക്ക പ്രൊഡക്ഷൻസ് സെക്യൂർ ചെയ്യാനായിട്ട് നമ്മുടെ പാരമൗണ്ട്സ് എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് സിനിമയുടെ പ്രൊഡക്ഷൻ കമ്പനിക്ക് ഒരു 10 കോടി നൽകിയിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല ഈ സിനിമേൻ്റെ പ്രോഫിറ്റിൻ്റെ ഒരു ഷെയറും ആ ഒരു പ്രൊഡക്ഷൻ കമ്പനിക്ക് നൽകണം എന്നാണ് ആ ഒരു കരാർ അനുസരിച്ച് NOC അപ്ഡേറ്റ്. എന്തെങ്കിലും കാത്തിരിക്കാൻ നമുക്ക് വിടാമുയർച്ചി എന്ന സിനിമേൻ്റെ വമ്പൻ ബ്ലോക്ക് ബസ്റ്ററിനായിട്ട്. ഫെബ്രുവരി 6-നാണ് സിനിമ തിയേറ്റർ റിലീസ് പ്ലാൻ ചെയ്യുന്നത്. നമ്മുടെ കുമ്പളങ്ങി നൈറ്റ്സ് എന്ന ഡയറക്ടറിൻ്റെ ഇനി വരാൻ പോകുന്ന സിനിമയെ കുറിച്ച് അങ്ങനെ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ് അവസാനം. നമ്മുടെ നെൽസനെ വെച്ചിട്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ അടുത്ത സംവിധാനത്തിൽ വരാൻ പോകുന്ന സിനിമ. എന്തായാലും പടത്തിൻ്റെ കാസ്റ്റിൻ്റെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഒരു ഫീമെയിൽ ആക്ടറിനെ തേടുന്നു എന്ന് പറഞ്ഞിട്ട് കാസ്റ്റിംഗ് കോൾ പോസ്റ്റർ ഇപ്പോൾ നിലവിൽ പുറത്തു വന്നിരിക്കുകയാണ്. പ്രീ പ്രൊഡക്ഷൻ വർക്ക് നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മധു സി നാരായണൻ്റെ ഈ ഒരു സിനിമേൻ്റെ ഭാഗത്ത്. നമ്മുടെ മൂസിനാണ് ഈ ഒരു സിനിമയ്ക്ക് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും കുമ്പളങ്ങി നൈറ്റ്സ് എന്ന ബ്ലോക്ക് ബസ്റ്റർ സിനിമയ്ക്ക് ശേഷം നെസ്ലനായിട്ട് വരാൻ പോകുന്ന ഈ സിനിമയ്ക്കായിട്ട് കാത്തിരിക്കുന്ന ചെയ്യാം നമുക്ക് കൂടുതൽ അപ്ഡേറ്റ്സിന്. എന്തായാലും പടത്തിൻ്റെ ഷൂട്ടൊക്കെ ഫെബ്രുവരി മാസമായിരിക്കും ആരംഭിക്കാൻ പോകുന്നത്. അടുത്ത അപ്ഡേറ്റ് എമ്പുരാൻ സിനിമേൻ്റെയാണ്. ലാലേട്ടൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയൊരു സിനിമ തന്നെയാണ് എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ. അതുകൊണ്ട് തന്നെ വലിയ റിലീസുമാണ് സിനിമ വരുന്നത്. ഓൾമോസ്റ്റ് 3 മണിക്കൂറിനടുത്താണ് സിനിമേൻ്റെയും റൺ ടൈം വരുന്നത്, നമ്മുടെ ലൂസിഫർ സിനിമയ്ക്ക് വന്ന പോലെ തന്നെ. അത് മാത്രമല്ല ഇപ്രാവശ്യം ഓൾമോസ്റ്റ് 600-ലധികം സ്ക്രീൻ കൗണ്ട് ആയിരിക്കും ഇപ്രാവശ്യം തിയേറ്റർ റിലീസ് വരുമ്പോൾ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഫാൻ ഷോസ് നോക്കുകയാണെങ്കിൽ ഇപ്പം തന്നെ ടിക്കറ്റൊക്കെ വിറ്റ് കഴിഞ്ഞിരിക്കുകയാണ് ഓൾമോസ്റ്റ് പകുതി. അത് മാത്രമല്ല സിനിമ ഒരേ സമയത്ത് IMAX റിലീസും വരുന്നുണ്ട്. IMAX ആണെങ്കിൽ തന്നെ നല്ല റെക്കോർഡ് ഓപ്പണിംഗ് ആയിരിക്കും വരാൻ പോകുന്നത് ലൂസിഫർ സിനിമയ്ക്ക്. എന്തായാലും ഫസ്റ്റ് ഡേ ഓപ്പണിംഗ് കളക്ഷൻ പല റെക്കോർഡുകളും തകർക്കുമെന്ന് ഓൾമോസ്റ്റ് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. കാത്തിരിക്കാം നമുക്ക്. നമ്മുടെ മമ്മൂക്കേൻ്റെ ഇനി വരാൻ പോകുന്ന സിനിമേൻ്റെ അപ്ഡേറ്റും ഈ സമയത്ത് പുറത്തു വന്നിരിക്കുകയാണ്. നമ്മുടെ ഫാലിമി എന്ന് പറഞ്ഞ സിനിമ എടുത്തത് നമുക്കറിയാം. നമ്മുടെ ബേസിൽ ജോസഫ്, ജഗദീഷ് എന്നിവർ അഭിനയിച്ച സിനിമയുടെ ഡയറക്ടർ മമ്മൂക്കയും കോമ്പോയിൽ വരുന്നൊരു സിനിമ വരാൻ പോവുകയാണ്. ഒഫീഷ്യലായിട്ട് അനൗൺസ്മെൻറ്റ് നടന്നിരിക്കുകയാണ്. നിതേഷ് സഹദേവ് അതുപോലെ തന്നെ അനുരാജ് OB എന്നിവരൊക്കെ ആയിരിക്കും സിനിമയ്ക്ക് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. പ്രൊഡക്ഷൻ ചെയ്യാൻ പോകുന്ന മമ്മൂട്ടി കമ്പനിയായിരിക്കും. ഒരു മാസ് കൊമേഴ്ഷ്യൽ ഫൺ എൻ്റർടൈനർ എന്നാണ് കേൾക്കാൻ സാധിക്കുന്ന സിനിമയുടെ ജേണർ പരിശോധിച്ചിട്ട്. എന്തെങ്കിലും കാത്തിരിക്കും നമുക്ക് മമ്മൂക്ക, നിതേഷ് സഹദേവിൻ്റെ ഒരു കിടിലൻ സിനിമയ്ക്കായിട്ട്. അദ്ദേഹത്തിൻ്റെ സംവിധാനത്തിലും കൂടിയായിരിക്കും ഈ സിനിമ വരാൻ പോകുന്നത്. കാത്തിരിക്കാം നമുക്ക് മമ്മൂട്ടി കമ്പനീൻ്റെ അടുത്തൊരു കിടിലൻ ജേണറിനായിട്ട്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ ലാലേട്ടൻ്റെ വരാൻ പോകുന്ന ഒരു മറ്റൊരു സിനിമേൻ്റെയാണ്. ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞ സിനിമ ഈ വർഷമാണ് റിലീസൊക്കെ പ്ലാൻ ചെയ്യുന്നത്. പടത്തിൻ്റെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഫെബ്രുവരി മാസം 10-ാം തീയതിയാണ്. നമ്മുടെ സത്യനന്ദിക്കാട് കോമ്പോയിൽ പുതിയൊരു റീപ്ലേസ്മെൻറ്റ് വന്നിരിക്കുകയാണ് കാസ്റ്റിൻ്റെ ഭാഗത്ത് നിന്ന്. മാളവിക മോഹൻ സിനിമയിൽ ജോയിൻ ചെയ്യാൻ പോവുകയാണ്. ഐശ്വര്യലക്ഷ്മിൻ്റെ പകരമായിട്ടായിരിക്കും മാളവിക മോഹൻ സിനിമയിൽ ജോയിൻ ചെയ്യാൻ പോകുന്നത്. എന്തായാലും ജസ്റ്റിൻ പ്രഭാകരനൊക്കെയാണ് സിനിമയിൽ ഗാനങ്ങൾ തയ്യാറാക്കാൻ പോകുന്നത്. സത്യനന്ദിക്കാടാണ് സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നത്. എന്തായാലും ലാലേട്ടൻ്റെ ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് കാത്തിരിക്കും. ഫെബ്രുവരി മാസം 10-നാണ് സിനിമ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നിലവിൽ. അടുത്തപടി ടൊവിനോ തോമസിൻ്റെ പുതിയൊരു സിനിമേൻ്റെ ഭാഗം അനൗൺസ്മെൻറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. തന്ത വൈബ് എന്നാണ് പുതിയൊരു സിനിമയ്ക്ക് പേര് നൽകിയിരിക്കുന്നത്. ടൊവിനോ തോമസിൻ്റെ ഡയറക്ഷൻ ചെയ്യാൻ പോകുന്നത് മൂഷിനാണ്. KL 10 എന്നാണ് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞൊരു സിനിമ നോക്കുകയാണെങ്കിൽ ഡയറക്ഷൻ നോക്കുകയാണെങ്കിൽ. വിഷ്ണു വിജയാണ് ഇപ്രാവശ്യം സിനിമയിൽ ഗാനങ്ങൾ തയ്യാറാക്കാൻ പോകുന്നത്. എന്തായാലും പടത്തിൻ്റെ ഷൂട്ട് നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കിടിലൻ പോസ്റ്റർ തന്നെയാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. അടുത്ത അപ്ഡേറ്റ് കുഞ്ചാക്കോ ബോബൻ പോലീസ് വേഷത്തിൽ വരുന്ന ഒരു പുതിയൊരു പോലീസ് ഓഫീസർ സിനിമയാണ് അദ്ദേഹത്തിൻ്റെ ഡിസംബർ മാസം അല്ലെങ്കിൽ ഫെബ്രുവരി മാസം പുറത്തിറങ്ങാൻ പോകുന്ന ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറഞ്ഞ സിനിമ. പടത്തിൻ്റെ റിലീസ് തീയതി ഓൾമോസ്റ്റ് കൺഫേം ആക്കുന്ന പോലെയാണ് പുതിയൊരു പോസ്റ്റർ പുറത്തിറങ്ങിയിരിക്കുന്നത്. ഫെബ്രുവരി 20-നാണ് സിനിമ റിലീസ് പ്ലാൻ ചെയ്യുന്നത്. പ്രിയാമണി, ഇന്ദ്രൻസ് അതുപോലെ തന്നെ മറ്റ് പ്രോമിസിങ് ക്യാരക്ടേഴ്സൊക്കെയാണ് സിനിമയിൽ കാണാൻ സാധിക്കുന്നത്. ഡയറക്ഷൻ നമ്മുടെ ജിത്തു അഷറഫാണ്. എന്തായാലും കുഞ്ചാക്കോ ബോബൻ സിനിമേൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ നമുക്ക് ഫെബ്രുവരി മാസം 2nd വീക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. എന്തായാലും കാത്തിരിക്കും നമുക്ക് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമേൻ്റെ റിലീസിനായിട്ട് ഫെബ്രുവരി മാസം 20-ാം തീയതി. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ മമ്മൂക്കേൻ്റെ മറ്റൊരു സിനിമേൻ്റെ അപ്ഡേറ്റ് നിലവിൽ ടോക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒഫീഷ്യൽ കൺഫർമേഷൻ നിലവിൽ പുറത്തു വന്നിട്ടില്ല. നമ്മുടെ മമ്മൂക്കേൻ്റെ വമ്പൻ സിനിമ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉണ്ടാന്ന് പറഞ്ഞ സിനിമ. ആ സിനിമയ്ക്ക് ശേഷം ഖാലിദ് റഹ്മാൻ കോംബോ വീണ്ടും വരാൻ പോവുകയെന്നാണ് കേൾക്കാൻ സാധിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച്. എന്തായാലും നിലവിലൊരു കൺഫർമേഷൻ പുറത്തു വന്നിട്ടില്ല. എന്തായാലും അങ്ങനെ നടക്കുകയാണെങ്കിൽ മറ്റൊരു കിടിലൻ കോംബോ തന്നെയായിരിക്കും ഖാലിദ് റഹ്മാൻ മമ്മൂക്ക സിനിമ. കാത്തിരിക്കാൻ നമുക്ക് ഒഫീഷ്യൽ കൺഫർമേഷനായിട്ട്. പ്രേമിലു എന്ന് പറഞ്ഞ 2-ാം ഭാഗത്തിൻ്റെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. സിനിമേൻ്റെ ഷൂട്ടൊക്കെ ഈ മാസമാണ് നിലവിൽ പ്ലാൻ ചെയ്ത സിനിമയുടെ ടീം, ഫെബ്രുവരി മാസം. അത് മാത്രമല്ല സിനിമയുടെ സ്ക്രിപ്റ്റൊക്കെ നേരത്തെ കംപ്ലീറ്റ് ആയതാണ്. പിന്നെ സിനിമയുടെ ലൊക്കേഷൻ ഹണ്ട് നിലവിൽ നടക്കുന്നുണ്ട്. പ്രീ പ്രൊഡക്ഷൻ വർക്ക് ഓൾമോസ്റ്റ്
നടന്നുകൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ്. അത് മാത്രമല്ല സിനിമ വലിയൊരു ക്യാൻവാസിലായിരിക്കും ഫസ്റ്റ് പാർട്ട് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സെക്കൻഡ് പാർട്ട് വരാൻ പോകുന്നത്. 3-4 ഷെഡ്യൂളൊക്കെ സിനിമയ്ക്ക് എന്തായാലും വേണ്ടി വരും. പിന്നെ അത് മാത്രമല്ല സിനിമ റിലീസ് പ്ലാൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു വർഷം അവസാനമാണ്. അടുത്ത അപ്ഡേറ്റ് ടൊവിനോ തോമസിന് ഇനി തിയേറ്റർ റിലീസിന് വരാൻ പോകുന്ന മറ്റൊരു സിനിമയാണ് നരിവേട്ട എന്ന് പറഞ്ഞ സിനിമ. സിനിമേൻ്റെ ഭാഗത്ത് ഒരു കിടിലൻ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇഷ്ക് എന്ന സിനിമ ഡയറക്ടറും കൂടിയാണ് നരിവേട്ട എന്ന സിനിമ എടുത്തിരിക്കുന്നത്. എന്തായാലും പടത്തിൽ നോക്കുകയാണെങ്കിൽ ടൊവിനോ തോമസ്, സുരാജ് വെഞ്ഞാറമൂട് എന്നിവരൊക്കെയാണ് മെയിൻ കാസ്റ്റിൽ കാണാൻ സാധിക്കുന്നത്. ശരിക്കും നടന്നൊരു കഥേനെ ബേസ് ചെയ്തിട്ടാണ് സിനിമയുടെ കഥ വരുന്നത്. ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറീസ് ആണ്, അല്ലെങ്കിൽ ഇൻസിഡൻസ് ആണ്. ജേക്സ് വിജയ് ആണ് സിനിമയിൽ ഗാനങ്ങൾ തയ്യാറാക്കാൻ പോകുന്നത്. എന്തായാലും കിടിലൻ പോസ്റ്ററിൽ സിനിമ വലിയ രീതിയിൽ ഇംപ്രഷൻ എടുത്തിരിക്കുകയാണ്. എന്തായാലും കാത്തിരിക്കും നമുക്ക് നരിവേട്ട എന്ന് പറഞ്ഞിട്ട് ടൊവിനോ തോമസ് സിനിമേൻ്റെ റിലീസിനായിട്ട്. സൂര്യണ്ണൻ്റെ കഴിഞ്ഞ 2 വർഷം കൊണ്ട് വേസ്റ്റാക്കിയ സിനിമയാണ് അദ്ദേഹത്തിൻ്റെ കൺകുവ എന്ന് പറഞ്ഞ സിനിമ. എന്നിട്ട് ഔട്ട്പുട്ട് നോക്കുകയാണെങ്കിൽ വലിയ രീതിയിൽ പരാജയവും നിരാശയുമാണ്. എന്നാൽ അതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് സൂര്യണ്ണൻ്റെ 44ാമത്തെ സിനിമ വരുന്നുണ്ട്. അതൊക്കെ പോട്ടെ, നമ്മുടെ വാടിവാസൽ സിനിമയുടെ അപ്ഡേറ്റ് നിലവിൽ പുറത്തു വന്നിരിക്കുകയാണ്. പടത്തിൻ്റെ ഷൂട്ട് ഈ വർഷം ഏപ്രിൽ മാസമായിരിക്കും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ജി വി പ്രകാശാണ് സിനിമയിൽ മ്യൂസിക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. കമ്പോസിങ്ങിൻ്റെ കാര്യത്തിൽ വെട്രിമാരനാണ് സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നത്. അതുമാത്രമല്ല നമ്മുടെ സിനിമേൻ്റെ ബസ് അനുസരിച്ച് സിനിമയിൽ കാസ്റ്റായിട്ട് ഫീമെയിലായിട്ട് നമ്മുടെ ഐശ്വര്യലക്ഷ്മി വരുമെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. ജയസൂര്യൻ്റെ ഇനി വരാൻ പോകുന്ന സിനിമ ഡയറക്ഷൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സണ്ണി വെയിൻ്റെ ഒരു സിനിമ ഉണ്ട്, അനുഗ്രഹീതനാണ് ആൻ്റണി. എന്നീ സിനിമ ഡയറക്ടറാണ് ഈ ഒരു സിനിമ ഡയറക്ഷൻ ചെയ്യാൻ പോകുന്നത്. മിഥുൻ മാനുവൽ തോമസും അതുപോലെ തന്നെ ഫ്രണ്ട്സും ആയിരിക്കും ഈ സിനിമ നിർമ്മിക്കാൻ പോകുന്നത്. ജയസൂര്യ വിനായകൻ കോംബോ ആയിരിക്കും ഈ സിനിമയുടെ കാണാൻ സാധിക്കുന്നത്. അടുത്ത അപ്ഡേറ്റ് ദാവി എന്ന് പറഞ്ഞ സിനിമേൻ്റെയാണ്. സിനിമേൻ്റെ ഒഫീഷ്യൽ ട്രെയിലറും ടീസറും നിലവിൽ പുറത്തിറങ്ങിയതാണ്, അല്ലെങ്കിൽ ടീസർ പുറത്തിറങ്ങിയതാണ്. ട്രെയിലർ പുറത്തിറങ്ങിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഫെബ്രുവരി 14 സിനിമേൻ്റെ റിലീസ് പ്ലാൻ ചെയ്യുന്നത്, വാലന്റൈൻസ് ഡേ അന്ന്. എന്തായാലും വളരെയധികം കാത്തിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ് ദാവി എന്ന് പറഞ്ഞ സിനിമ. കടത്തിൻ്റെ ടീസർ വലിയ രീതിയിൽ എക്സ്പെക്റ്റേഷൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു ആക്ഷൻ പാക്ഡ് ഫാമിലി ഡ്രാമ സിനിമയാണ് ടീസറിലൂടെ കാണാൻ സാധിക്കുന്നത്. ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറഞ്ഞ ഉണ്ണിമുകുന്ദന് വരാൻ പോകുന്ന സിനിമേൻ്റെ ഭാഗത്ത് നിന്ന് റിലീസ് തീയതി അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. ഫെബ്രുവരി 21 പടം തിയേറ്റർ റിലീസിനെ തേടി വരാൻ പോകുന്നത്. വിനയ് ഗോവിന്ദ് ആയിരിക്കും സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നത്. എന്തായാലും ആശീർവാദ് സിനിമാസിലൂടെ ആയിരിക്കും സിനിമ റിലീസ് പ്ലാൻ ചെയ്യുന്നത്. കാത്തിരിക്കാൻ നമുക്ക് ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറഞ്ഞ സിനിമേൻ്റെ റിലീസിനായിട്ട് ഫെബ്രുവരി മാസം 21. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ ധനുഷ് അതുപോലെ തന്നെ വെങ്കി കോമ്പോയിൽ വരാൻ പോകുന്ന മറ്റൊരു സിനിമേൻ്റെ അപ്ഡേറ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ കോമ്പോയിൽ എന്നൊരു സിനിമയാണ് വാത്തി എന്ന് പറഞ്ഞ കിടിലൻ സിനിമ. എന്തായാലും ആ ഒരു കോമ്പോന് ശേഷം മറ്റൊരു കോമ്പോ വരികയാണ് ഇവർ തമ്മിലുള്ള രണ്ടാമത്തെ ഒരു ബ്ലോക്ക് ബസ്റ്റർ സിനിമയ്ക്കായിട്ട്. എന്തായാലും റിപ്പോർട്ട് ആൻഡ് സിനിമയ്ക്ക് പേര് നൽകിയിരിക്കുന്ന ഹോണസ്റ്റ് രാജ എന്നൊക്കെയാണ്. സിത്താര എൻ്റർടൈൻമെൻറ്റ്സ് ആയിരിക്കും ഇപ്രാവശ്യവും ഈ സിനിമ നിർമ്മിക്കാൻ പോകുന്നത്. കാത്തിരിക്കാൻ നമുക്ക് ധനുഷ് വെങ്കി സിനിമയ്ക്കായിട്ട്. നമ്മുടെ ചിയാൻ വിക്രമിൻ്റെ വരാൻ പോകുന്ന വമ്പൻ സിനിമയാണ് അദ്ദേഹത്തിൻ്റെ വീരധീര സൂരൻ എന്ന് പറഞ്ഞ പാർട്ട് 2 എന്ന് പറഞ്ഞ സിനിമ. വേൾഡ് വൈഡായിട്ട് റിലീസ് പ്ലാൻ ചെയ്യാൻ പോകുന്ന മാർച്ച് മാസമാണ്, 27 നോക്കുകയാണെങ്കിൽ നമ്മുടെ ലാലേട്ടൻ്റെ എമ്പുരാൻ സിനിമ തിയേറ്റർ റിലീസ് ചെയ്യുന്ന അന്നാണ് ഈ ഒരു സിനിമയും റിലീസിന് വരുന്നത്. മമ്മൂക്ക, സുരേഷ് ഗോപി വമ്പൻ കോമ്പോയിൽ വന്ന സിനിമയാണ്. പണ്ടത്തെ വലിയൊരു ക്ലാസിക് സിനിമയും കൂടിയായിരുന്നു വടക്കൻ വീടകഥ എന്ന് പറഞ്ഞ സിനിമ. റിലീസ് വരികയാണ് തിയേറ്റർ റിലീസിന് ഈ വർഷം ഫെബ്രുവരി മാസം 7. എന്തായാലും പടത്തിൻ്റെ റീമാസ്റ്റർഡ് 4K ട്രെയിലർ നിലവിൽ പുറത്തിറങ്ങിയിരിക്കുകയാണ്. യൂട്യൂബിൽ കാണാൻ സാധിക്കും നിങ്ങൾക്ക്. എന്തായാലും താല്പര്യമുള്ളവർ പോയി കാണുക സിനിമ തിയേറ്ററിൽ. അതുപോലെ തന്നെ ട്രെയിലർ കാണാൻ സാധിക്കും നിങ്ങൾക്ക് യൂട്യൂബിൽ. നമ്മുടെ ആസിഫ് അലീനെ വരാൻ പോകുന്ന മറ്റൊരു സിനിമയുടെ അപ്ഡേറ്റ് നിലവിൽ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഹെലൻ സിനിമയുടെ ഡയറക്ടറും അതുപോലെ തന്നെ നമ്മുടെ മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സ് എന്ന് പറഞ്ഞ സിനിമേൻ്റെ റൈറ്ററും ഒന്നിക്കാൻ പോകുന്ന ഒരു സിനിമയാണ് നമ്മുടെ ആസിഫിൽ അഭിനയിക്കാൻ പോകുന്ന പീരിയഡ് സിനിമ എന്ന് പറയുന്നത്. എന്തായാലും വലിയ എക്സ്പെക്റ്റേഷൻസ് ആണ് റൈറ്ററിൻ്റെ കാര്യത്തിലും ഡയറക്ടറിൻ്റെ കാര്യത്തിലും. രണ്ടും കിടിലൻ കോംബോ തന്നെയായിരിക്കും. ഒരു മാസ് എൻ്റർടൈനർ എന്നൊക്കെയാണ് കേൾക്കാൻ സാധിക്കുന്ന ആസിഫ് അലി ഒരു സിനിമയുടെ ജനർ പരിശോധിക്കുകയാണെങ്കിൽ. എന്തായാലും അനൗൺസ്മെൻറ്റ് നമുക്ക് ഫെബ്രുവരി 4 നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. ആസിഫ് അലിൻ്റെ ജന്മദിനത്തിൻ്റെ അന്ന് ഒഫീഷ്യൽ അപ്ഡേറ്റ്. നമ്മുടെ ആള് മാറിപ്പോയി, രവി മോഹൻ്റെ വരാൻ പോകുന്ന സിനിമയാണ് നമ്മുടെ കർത്തേ ബാബു എന്ന് പറഞ്ഞ സിനിമ. എന്തായാലും രവി മോഹൻ്റെ ഈ ഒരു സിനിമ ഡയറക്ടർ നോക്കുകയാണെങ്കിൽ ഗണേഷ് ബാബു ആണ്. ഡാഡ എന്ന് പറഞ്ഞ കെവിൻ സിനിമ ഡയറക്ടറാണ് ഈ ഒരു സിനിമ എടുത്തിരിക്കുന്നത്. എന്തായാലും ടൈറ്റിൽ കുറച്ച് നൈസ് ആയിട്ടുണ്ട്. ടീസർ പുറത്തിറങ്ങിയിരിക്കുകയാണ്, ഒരു ഒഫീഷ്യൽ ടൈറ്റിൽ ടീസർ പോലെ. ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ എന്നാണ് കേൾക്കാൻ സാധിക്കും. സാം മെസ്സി ആയിരിക്കും സിനിമ ഗാനങ്ങളിൽ തിരക്കാൻ പോകുന്നത്. നമ്മുടെ ജൂനിയർ NTR പ്രശാന്ത് നീൽ സിനിമയാണ് NTR നീൽ എന്ന് പറഞ്ഞ സിനിമ. എന്തായാലും പടത്തിൻ്റെ അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ സിനിമയിൽ നമ്മുടെ മലയാളത്തിൽ 2 കിടിലൻ കാസ്റ്റ് വരുമെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. ബിജു മേനോൻ, ടൊവിനോ തോമസ്. അതും സപ്പോർട്ടിംഗ് റോൾസ് ആയിട്ടായിരിക്കും സിനിമയിൽ വരാൻ പോകുന്നത്. പടത്തിൽ മ്യൂസിക് കൈകാര്യം ചെയ്യാൻ പോകുന്ന രവി ബസൂർ ആയിരിക്കും. ഡൂപ്പ് നമ്മുടെ ഭുവൻ ഗോവന്ദ ആയിരിക്കും.
എന്തായാലും പടത്തിൻ്റെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഫെബ്രുവരി മാസമൊക്കെ ആയിട്ടാണ് കേൾക്കാൻ സാധിക്കുന്നത്. കാത്തിരിക്കും നമുക്ക് ജൂനിയർ NTR, പ്രശാന്ത് നീൽ വമ്പൻ സിനിമയ്ക്കായിട്ട്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ ശിവകാർത്തികേയൻ, രവി മോഹൻ, അതുപോലെ തന്നെ നമ്മുടെ ശ്രീലീല, അഥർവ എന്നിവർ അഭിനയിക്കുന്ന പറാശക്തി എന്ന് പറഞ്ഞ സിനിമേൻ്റെ അപ്ഡേറ്റ് ആണ്. നമ്മുടെ സുധാ കൊങ്കറയാണ് സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നത്. പടത്തിൻ്റെ പ്രൊഡ്യൂസർ പുതിയൊരു ഇൻ്റർവ്യൂവിൽ കൺഫേം ചെയ്തിരിക്കുന്ന പടത്തിന് മൊത്തം 5 സോങ്സ് ഉണ്ടെന്നും 2 സോങ്സ് കംപ്ലീറ്റ് ആയുമെന്നൊക്കെയാണ്. എന്തായാലും പടത്തിൻ്റെ ഈ ഒരു കംപ്ലീറ്റ് ഷൂട്ട് അവസാനിക്കാൻ പോകുന്നത് ജൂൺ മാസം അല്ലെങ്കിൽ ജൂലൈ ആയിട്ടാണ് ഈ ഒരു വർഷം. കാത്തിരിക്കും നമുക്ക്. അടുത്ത അപ്ഡേറ്റ് ആലപ്പുഴ ജിംഖാന എന്ന് പറഞ്ഞ സിനിമയുടെ റിലീസ് തീയതി അപ്ഡേറ്റ് ആണ്. ഏപ്രിൽ 11-ാം തീയതിയാണ് സിനിമ തിയേറ്റർ റിലീസ് പ്ലാൻ ചെയ്യുന്നത്. നിലവിൽ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നെസ്ലൻ, ലൂക്ക്മാൻ എന്നിവരൊക്കെയാണ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അഭിനയിക്കുന്നത്. വിഷ്ണു വിജയാണ് സിനിമ കേന്ദ്ര കഥാപാത്രമായിട്ട് മ്യൂസിക് കമ്പോസ് ചെയ്യുന്നത്. ഡയറക്ഷൻ നമ്മുടെ ഖാലിദ് റഹ്മാനാണ്. തല്ലുമല സിനിമേൻ്റെ കോംബോ. കാത്തിരിക്കാൻ നമുക്ക് ആലപ്പുഴ ജിംഖാന എന്ന് പറഞ്ഞ സിനിമേൻ്റെ റിലീസിനായിട്ട് ഏപ്രിൽ മാസം 11-ാം തീയതി. സിനിമേൻ്റെ ഓരോ സമയത്തും ഓരോ മാസമായിട്ട് കുറച്ച് കിടിലൻ ക്യാരക്ടർ പോസ്റ്റേഴ്സ് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇഡ്ലിക്കട എന്ന് പറഞ്ഞ ധനുഷിൻ്റെ സംവിധാനത്തിൽ വരാൻ പോകുന്ന സിനിമയാണ് അദ്ദേഹത്തിൻ്റെ ഇഡ്ലിക്കട എന്ന് പറഞ്ഞ സിനിമ. പുതിയൊരു കിടിലൻ പോസ്റ്റർ പുറത്തിറങ്ങിയിരിക്കുകയാണ്. നമ്മുടെ അരുൺ വിജയ് നായകനായിട്ട് നിൽക്കുന്ന പോലെ. കാരണം അരുൺ വിജയ്ക്ക് സിനിമയിൽ ബോക്സായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നിത്യമേനൻ, ധനുഷ് എന്നിവരൊക്കെയാണ് കേന്ദ്ര കഥാപാത്രം അഭിനയിക്കുന്നത്. GV പ്രകാശാണ് സിനിമ മ്യൂസിക് കമ്പോസ് ചെയ്യാൻ പോകുന്നത്. ഏപ്രിൽ 10-നാണ് സിനിമ തിയേറ്റർ റിലീസ് പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ അജിത്തിൻ്റെ ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറഞ്ഞ സിനിമയുടെ ക്ലാഷ് റിലീസായിരിക്കും സിനിമ വരാൻ പോകുന്നത്. പുതിയൊരു സിനിമേൻ്റെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സിനിമയ്ക്ക് പേര് നൽകിയിരിക്കുന്ന സാഹസം എന്നൊക്കെയാണ്. നമ്മുടെ സണ്ണി വെയിൻ, അതുപോലെ തന്നെ നരൻ, ബാബു ആൻ്റണി എന്നിവരൊക്കെയാണ് സിനിമ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിക്കാൻ പോകുന്നത്. സിനിമയിൽ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഈ ഒരു മാസമായിട്ടാണ്. നമ്മുടെ ജാനുവരി ലാസ്റ്റ് വീക്ക് അല്ലെങ്കിൽ ഫെബ്രുവരി ഫസ്റ്റ് വീക്കായിട്ട്. എന്തായാലും ഒരു ത്രില്ലർ, അഡ്വഞ്ചർ, കോമഡി, ആക്ഷൻ സിനിമ എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. ബിപിൻ കൃഷ്ണയാണ് സിനിമ ഡയറക്ഷൻ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ സംവിധാനം ചെയ്യാൻ പോകുന്നത്. കാത്തിരിക്കും നമുക്ക് സാഹസം എന്ന് പറഞ്ഞ സിനിമേൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട്. അടുത്ത അപ്ഡേറ്റ് നെസ്ലൻ്റെ വരാൻ പോകുന്ന മറ്റൊരു സിനിമേൻ്റെ അപ്ഡേറ്റ് ആണ്. നെസ്ലൻ്റെ വരാൻ പോകുന്ന കിടിലൻ സിനിമയാണ് അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ഷൻ നമ്പർ 7 എന്ന് പറഞ്ഞ സിനിമ. സിനിമയുടെ ഷൂട്ട് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നിലവിലെ സിനിമ ടൈറ്റിൽ മാത്രമാണ് ഇനി അനൗൺസ്മെൻറ്റ് ചെയ്യാനുള്ളത്. നമ്മുടെ ഡൊമിനിക് കർണാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. നെസ്ലിൻ, കല്യാണി പ്രിയദർശൻ എന്നിവരൊക്കെയാണ് കാസ്റ്റായിട്ട് കാണാൻ സാധിക്കുന്നത്. പിന്നെ ദുൽഖർ സൽമാൻ, ടൊവിനോ തോമസ് ഒക്കെ സിനിമയിൽ കേമിയോ റോൾ ചെയ്യുമെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. പിന്നെ റൂമർ നടക്കുന്നുണ്ട് ഇതൊരു സൂപ്പർ ഹീറോ യൂണിവേഴ്സിൻ്റെ സ്റ്റാർട്ടൊക്കെ ആണെന്ന് വെയർഫെയർ ഫിലിംസിൻ്റെ. ഇതൊക്കെ റൂമർ മാത്രമാണ്. എത്രത്തോളം സത്യമാണെന്ന് സിനിമ റിലീസ് വന്നാൽ അറിയത്തുള്ളൂ. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് പ്രൊഡക്ഷൻ നമ്പർ 7 എന്ന സിനിമയ്ക്കായിട്ട്. കൂടുതൽ സിനിമ വാർത്തകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സീരീസ് ചാനൽ.